ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരുന്നത് ശുദ്ധമായ കർമ്മത്തിലൂടെയാണ്. ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നു, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകാൻ ഭക്തിയാകുന്ന മാതാവിൻ്റെ 2 പുത്രന്മാരാണ് ജ്ഞാനവും വൈരാഗ്യവും. ഇത് രണ്ടും നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഭക്തിയാകുന്ന മാതാവിന് യൗവനാവസ്ഥ കൈവരിക്കാൻ കഴിയും. എന്നാൽ ക്ഷേത്ര ദർശനം കൊണ്ടോ അതുപോലെ മറ്റു പുണ്യപ്രവർത്തികൾ കൊണ്ടോ നമുക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുകയില്ല. അതിനാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകാൻ സത്കർമ്മം ആചരിക്കാനാണ് പറഞ്ഞത്. എന്താണ് സത്കർമ്മം? സത്തായി ചേരുന്നതാണ്. സത്തായി നാം അന്തർഭവിച്ച് സത്തുമായുള്ള സംഘമാണ് വാസ്തവത്തിൽ സത്കർമ്മം. നല്ല പ്രവർത്തികളെല്ലാം നമ്മെ സത്തിലേക്ക് നയിക്കുന്നു. സത്തായിരിക്കുന്ന പരമാത്മാവിൽ എത്തിച്ചേരണമെങ്കിൽ സത്കർമ്മം കൂടിയേ കഴിയൂ. ആ സത്കർമ്മങ്ങളിൽ കൂടി, നല്ല പ്രവർത്തികളിൽ കൂടി, നല്ല പ്രവൃത്തിയുടെ ഏറ്റവും ബാഹ്യമായ സ്വരൂപമാണ് തനിക്കും മറ്റുള്ളവർക്കും ദുഃഖം ഉണ്ടാകാത്ത പ്രവർത്തികൾ എന്ന്. മറ്റുള്ളവർക്കും ദുഃഖമുണ്ടാവരുത്, തനിക്കും ദുഃഖമുണ്ടാവരുത്. അകർമ്മമാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം ഒരു സത്കർമ്മമാണ്. അതുപോലെ സത്കർമ്മം ആചരിക്കൂ, എന്നാൽ ചിത്തശുദ്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു കവി പറയുന്നത്, ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം, ചിത്തസംശുദ്ധിയില്ലേൽ സത്യദർശനവും നാസ്തി. ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം. നമ്മുടെ ചിത്തം ശുദ്ധമാവണമെങ്കിൽ സത്കർമ്മം ചെയ്തേ പറ്റൂ. ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം. ചിത്തസംശുദ്ധി ഇല്ലേൽ, നമ്മുടെ മനസ്സിന് ശുദ്ധി ഇല്ലെങ്കിൽ സത്യദർശനം നാസ്തി. ചിത്തശുദ്ധി ഇല്ലെങ്കിൽ സത്യത്തെ ബോധിക്കുക സാധ്യമേ അല്ല. സത്യം ബോധിക്കണമെങ്കിൽ, എന്താണ് സത്യം, നമ്മൾ ആരാണെന്ന പരമസത്യം ബോധിക്കണമെങ്കിൽ നമ്മുടെ ചിത്തം ശുദ്ധമാകണം. ചിത്തം എപ്രകാരമാണ്? ശുദ്ധമായി നിശ്ചലമായ ഒരു തടാകം പോലെയാണ്. കലക്കവും ഇളക്കവുമില്ലാത്ത ഒരു തടാകം പോലെ ആവണം നമ്മുടെ മനസ്സ്. കലക്കമെന്നാൽ അതിൽ വന്നു ചേർന്ന അശുദ്ധിയാണ്. കലക്കമുണ്ടെങ്കിൽ അതിൽ ഛായ പതിയുകയില്ല. ഇളക്കമുണ്ടെങ്കിലും ഛായ പതിയുകയില്ല. കലക്കവും ഇളക്കവും ഇല്ലെങ്കിൽ അതിൽ ഛായ വ്യക്തമായി പതിയുന്നത് പോലെ നമ്മുടെ മനസ്സാകുന്ന തടാകത്തിൽ അശുദ്ധികളും അതുപോലെ ചാബല്യ വിഷയങ്ങളിലേക്കുള്ള ഓട്ടമാകുന്ന ഇളക്കവും ഇല്ലാതെയാവുകയാണെങ്കിൽ അത്ര നിശ്ചലവും പരിശുദ്ധവുമായ അത്തരം മനസ്സിൽ ഈശ്വരത്വം എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് ബോധിക്കാൻ സാധിക്കും. അതാണ് ഈശ്വരത്വം എന്നത്. ആനന്ദത്തിൻ്റെയും അറിവിൻ്റെയും അഭയത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണ്. ഈശ്വരത്വം എന്നത് പരമമായ ആനന്ദമാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ്, പരിപൂർണതയാണ്. അതിൻ്റെ സ്വരൂപമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അറിവെന്നാൽ ആത്മാവിനെ സംബന്ധിച്ച അറിവ്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരറിവും നേടണമെന്ന് തോന്നുകയില്ല. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊരവസ്ഥ എത്താനില്ല. അതാണ് ആത്മസ്ഥാനം അല്ലെങ്കിൽ ആത്മബോധം എന്നെല്ലാം പറയുന്നത്. അതിൻ്റെ ലഭ്യതയാണ് നമുക്ക് വേണ്ടത്. അതനുഭവിക്കണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ പരമപവിത്രമാക്കണം. നല്ല ചിന്തകളെ കൊണ്ട് നിറയ്ക്കണം. അപ്പോഴാണ് സത്വഗുണം വളരുക. അങ്ങനെ സത്വഗുണം വളർന്ന മനസ്സിലാണ് ഈശ്വരത്വം നിറഞ്ഞു തുളുമ്പുക.
ഈ സത്വഗുണം നമ്മെ ഈശ്വരനിലേക്ക് നയിക്കുന്നതാണ്. ഈശ്വരത്വം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പരമമായ നിർവൃതിയും പൂർണ്ണതയും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നമ്മുടെ സ്വഭാവമായിത്തീരും. ഈ ലോകത്തിലെ മറ്റൊന്നുകൊണ്ടും ആ അവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം. ചിത്തസംശുദ്ധിയില്ലേൽ സത്യദർശനം നാസ്തി.